ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാനിന്ന് രാവിലെ വെളിയിലിറങ്ങിയപ്പോൾ ഇതേപോലെ ഒരു സാധനം കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മുത്താണെന്ന് എനിക്ക് തോന്നിയെങ്കിലും പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായത് ഒരു കിളിയുടെ മുട്ടയാണ്. കാരണം ഞാനിവിടെ സാധാരണ കിളിയുടെ മുട്ട വീണിങ്ങനെ പൊട്ടിക്കിടക്കുന്ന കാണാറുണ്ട്. പ്രാവിൻ്റെയാണ് സാധാരണയായിട്ട് കാണാറുള്ളത്. ഇത് പ്രാവിൻ്റെ മുട്ടയാണെന്ന് തോന്നുന്നു. നമ്മൾ നമ്മുടെ ലൈഫ് സേഫ് ആക്കാനായിട്ടുള്ള ഓട്ടത്തിനിടയിൽ ഇതേപോലെയുള്ള കുഞ്ഞു ജീവികളെക്കുറിച്ച് അവരുടെ ലൈഫിനെക്കുറിച്ച് നമ്മൾ മറന്നു പോകാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. ഇവിടുത്തെ പ്രാവുകളുടെ, അതായത് ടൗണിലൊക്കെ പ്രാവിൻ്റെ ലൈഫ് ഒരുപാട് കഷ്ടമാണ് കേട്ടോ. ഞാൻ അതുങ്ങൾക്ക് കൂടൊന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ രാത്രിയിലൊക്കെ നോക്കുമ്പോൾ ഒരു കേബിളേൽ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഒരു കുഞ്ഞ് ഷെയ്ഡിൻ്റെ സൈഡിലൊക്കെ മഴയിൽ നനഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. പക്ഷേ അവർക്ക് ഇതേപോലെ മുട്ട ഇടേണ്ട സമയമാകുമ്പോൾ മുട്ട ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പലപ്പോഴും മുട്ട ഇങ്ങനെ വീണ് പൊട്ടിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ഇതൊരു കിളിയുടെ മുട്ട വീണത്. എന്തുകൊണ്ടോ ഇത് പൊട്ടിയില്ല. ഞാനിങ്ങനെ ഇതെടുത്ത് ഒരു പഞ്ഞിയിൽ പൊതിഞ്ഞിട്ട് ഇതേപോലെ വെച്ച് ഒരു പഞ്ഞിയൊക്കെ കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അത് വിരിയുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. വിരിഞ്ഞാൽ ഒരു കുഞ്ഞു ജീവനല്ലേ, നമ്മൾ അതിനെ നോക്കും, അത് വേറെ കാര്യം. എന്തായാലും ശരി. പിന്നെ ഒരു ബുൾബിളും വരാറുണ്ട്. ഇനി അതിൻ്റെ ആണോ എന്നറിയത്തില്ല. ഒരു നീല കളറിലെ മുട്ട. എന്തായാലും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക എന്ന കൂട്ടത്തിൽ അവരെക്കുറിച്ചും ചിന്തിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം.